ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഈവനിങ് വാക്ക് പോകാൻ വിചാരിച്ചു. ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്, മുന്നേ സ്ഥിരമായിട്ട് പോയിരുന്നു. ഇപ്പം അങ്ങനെ പറ്റാറില്ല. അപ്പോൾ എൻ്റെ കൂടെ ഫ്രണ്ട് ഉണ്ടാവാറുണ്ട്, ഇന്ന് അവനില്ല. അപ്പോൾ നമുക്കൊരു സോളോ വാക്ക് പിടിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് അപ്പോൾ എൻ്റെ വീട് പാലക്കാട് ജില്ലയിലെ കടമ്പയപ്പുറത്താണ് കേട്ടോ. ഞാൻ എൻ്റെ യൂട്യൂബ് തുടങ്ങിയത് കഴിഞ്ഞ കൊല്ലമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളുള്ളത് കടമ്പയപ്പുറത്താണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇവിടെ അടുത്തുള്ള പാലത്തറക്കാവുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ ഈവനിങ് വാക്ക് പോകാറുള്ളത്. ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ടാവും വാക്കിങ്. അടിപൊളിയാണ്, ഒരു ശല്യം ഉണ്ടാവില്ല. പീസായിട്ടുള്ള റോഡാട്ടോ. അതായത് എന്താണ്, ഒരു കനാൽ റോഡ് എന്ന് പറയുക. അതായത് വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് സുഖമായിട്ട് നടന്നിട്ട് പോകാമായിരുന്നു. ആദ്യമൊക്കെ ഫുൾ വെട്ടിത്തെളിച്ചു, ഭാഗ്യം. ഇനി നമുക്ക് സുഖമായി പോവാം. പട്ടികളൊന്നും ഉണ്ടാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്തിനാ വെറുതെ നമ്മുടെ ഹെൽത്ത് കേടാക്കണ ഓടിയിട്ട്. ഷടോ, ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ ക്രോസ് ചെയ്യും? തേങ്ങ ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ്. നമ്മുടെ വള്ളുവനാട്, പ്രത്യേകിച്ച് നമ്മുടെ കടമ്പയപ്പുറത്ത് പ്രകൃതി രമണീയം കൊണ്ട് സമ്പന്നമാണ് അല്ലേ? അടിപൊളിയല്ലേ? അതായത് എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാപി. ഞാൻ വാക്കിങ് തുടങ്ങിയത് എൻ്റെ ഹെൽത്ത് നന്നാക്കാൻ വേണ്ടിയാണ്. പക്ഷെ പിന്നെ നടന്നു വന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് മനസ്സിലായി. ഭയങ്കര പീസാവും മൈൻഡ് കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഞാൻ തിരഞ്ഞെടുത്ത വഴി എന്തായാലും അടിപൊളിയായി. ഇത് കണ്ടോ, കുറേ ആൾക്കാർ ഇവിടെ വേസ്റ്റൊക്കെ കൊണ്ടിടുന്നതുകൊണ്ട് ഇവർ ക്യാമറ വെച്ചിട്ടുണ്ട്. എൻ്റെ നല്ല കാര്യമായി. അപ്പം ഞാൻ അവനും കൂടി എപ്പോഴും പറയാറുണ്ട് ഇവിടെ എപ്പോഴും നോക്കിയാലും വേസ്റ്റ് ആണ്. അപ്പോൾ ഇതെന്തായാലും നല്ലൊരു ഇനീഷ്യേറ്റീവായി. ഇവിടെ എവിടെ ഒരു തേനീച്ചക്കൂട് ഉണ്ടായിരുന്നു. നിങ്ങൾ യൂട്യൂബ് തുടങ്ങിയ ടൈമിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തേനീച്ചക്കൂടിന് കല്ലെറിഞ്ഞ് കണ്ടന്റ് ആക്കിയാലും. പിന്നെ അടുത്ത കണ്ടന്റ് ഞാൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചപ്പോൾ നിർത്തി. കൊള്ളാലോ, ഇപ്പം കാണാനില്ല. വേറെ ആരെങ്കിലും കണ്ടന്റ് ആക്കി ഉണ്ടാവും ചിലപ്പോൾ. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു അമ്മൂമ്മയെ കണ്ടു. എന്തൊക്കെ ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ. പശുവിൻ്റെ അല്ലേ? ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. വീഡിയോ എടുത്ത് എല്ലാം കാണിക്കാൻ വിചാരിച്ചു. പിന്നെ എന്തൊക്കെ വിശേഷം? എങ്കിലും ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള നടത്തം ഇപ്പോഴും അടിപൊളി തന്നെ അല്ലേ? ഒന്നാമത് നമ്മളെ ഹെൽത്ത്, ഞാൻ ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് കുറച്ചായി ഇപ്പോൾ. അപ്പോൾ കൊച്ചിയിലായതുകൊണ്ട് എനിക്കിപ്പോൾ അവിടെയും ഇവിടെ നിൽക്കുന്നതുകൊണ്ടേ ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ജിമ്മ് നിർത്തിയിട്ട് 2 മാസമായി. ചിലപ്പോൾ നടത്തൊന്നുമില്ലേ. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ നടക്കും. ഇവിടെ ഒരു അടിപൊളി ഒരു കുളം എന്നൊക്കെ പറയുകയാണെങ്കിൽ കൊള്ളാല്ലേ? എടാ, ഇതേ ആരുടെ കുതിരയാണ്? ഓ, നിങ്ങളെ മേയ്ക്കുക? മോനെ പൊളി. അനക്കതൊക്കെ അറിയോ? അങ്ങനെ കുതിര മേയ്ക്കാനെ കുറച്ച് ടിപ്സ് പറഞ്ഞ എടുക്കണ്ട. ചെക്കൻ ഒരേപോലെ വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ അവൻ്റെ പ്രൈവസി മാനിക്കണമല്ലോ. അപ്പോൾ അവൻ്റെ ഫേസ് കാണിക്കില്ല വിചാരിച്ചു. ചെക്കനെ തോന്നി ഈ കുതിരയുടെ മെയിൻ ആള്. അപ്പോൾ അവന് ഈ കുതിരയെ പറ്റി എല്ലാ ഡീറ്റെയിൽസും അറിയാതെ തോന്നുന്നു. അപ്പോൾ നമുക്ക് അവൻ പറയണത് തന്നെ കേട്ട് നോക്കാം അല്ലേ? അതാണ് നിങ്ങളിപ്പോൾ ഇനി കാണാൻ പോകുന്നത്. ചെക്ക ഒരേ പൊളി. അടിപൊളി. എന്റെ ഫേസ് കാണിക്കാൻ പറ്റില്ല. കുറെ കാലം ഇതിന് ട്രെയിനിങ് ഒക്കെ ചെയ്തു. ട്രെയിൻ ചെയ്യാൻ വന്നത് പാലക്കാട് പഠിക്കുന്ന ശരത്തും അജയും പറഞ്ഞ ചെക്കന്മാരാ വന്നത്. മോനെ പൊളി. അനക്കിതൊക്കെ എങ്ങനെ അറിയാ? ഇതൊക്കെ എങ്ങനെ അറിയാ? ഓ, എൻ്റെ അവിടെ നിൽക്കണം. ശരി, ഓക്കെ ഓക്കെ. ഇതിപ്പോൾ എത്ര കാലം വന്നിട്ട് ഇവിടെ? 1 കൊല്ലമായോ? ശിവനെ അങ്ങനെ ചെക്കൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത് കുതിരയുടെ. പക്ഷേ എനിക്ക് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് കുതിര ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകണ്ടേ. കുതിരയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കണമെന്ന് ഇഷ്ടമായില്ലെങ്കിലും ആകെപ്പെട്ടില്ലേ. അങ്ങനെ അവൻ്റെ സഹായത്തോടെ ഞാൻ ഇതാ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. കുതിര പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. കുതിര അത്യാവശ്യം എക്സ്ട്രോവേർട്ടായ കുതിരയാണ്, പൊളി. അങ്ങനെ നമ്മുടെ സ്ഥലത്തേക്ക് എത്താറേ കേട്ടോ. എനിക്ക് ഈ അമ്പലങ്ങളിൽ എപ്പോഴെപ്പോഴും പോകുന്നതൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ എനിക്ക് ശബരിമല ഗുരുവായൂരൊക്കെ പോകാൻ ഇഷ്ടം. അടുത്തുള്ള അമ്പലങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴെപ്പോഴും പോകാനൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അമ്മടത്തും ചീത്ത അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. എനിക്കെന്തോ അവിടുത്തെ വൈബും ഫ്രഷ്നെസ്സൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്തോ അങ്ങനെ വലിയ താല്പര്യമില്ല പോകാൻ. പിന്നെ വാക്കിംഗ് കൊണ്ട് പല ഗുണങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മൾ ബിസിനസ് ഐഡിയാസ്, അങ്ങനത്തെ കുറേ ഐഡിയാസൊക്കെ വാക്കിങ്ങിൽ വരും. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഫ്യൂച്ചറിൽ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ. നടക്കുമെന്നറിയില്ല, എന്നാലും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറൊക്കെ ഉണ്ട്. ഭാവിയിൽ നടക്കട്ടെ അല്ലേ? അപ്പോൾ അതൊരു അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഐഡിയാസൊക്കെ ഇവിടെ വരും കേട്ടോ. അപ്പോൾ നിങ്ങളും വാക്കിംഗ് ഒരു ശീലമാക്കും, അടിപൊളിയാവും. നമ്മുടെ പാലത്തറക്കാവ് കേട്ടോ.
പണ്ട് ഞാൻ നമ്മുടെ വീട്ടിൽ നിന്നപ്പോഴേ, നമ്മുടെ വീട് അയ്യന്നൂരായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പറയാറുണ്ട് അത്ര പാലത്തറ മുത്തിയുടെ വേല വരുവാണെന്നൊക്കെ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ആ ഒരു പാലത്തറ ഭഗവതി. അപ്പോൾ ഇതാണ് പാലത്തറ ഭഗവതി ക്ഷേത്രം കേട്ടോ. പാലക്കാട് ജില്ലയിലെ കടമ്പയപ്പുറത്താണ് ഇത് സ്ഥിതി ചെയ്യണത്. എൻ്റെ വീട്ടിന് തൊട്ടടുത്ത് 1 കിലോമീറ്ററേ ഉള്ളൂ. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 27 കിലോമീറ്റർ. അപ്പോൾ ഇത് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള അമ്പലമൊന്നുമല്ല. പാലക്കാട് ജില്ലയിൽ കടമ്പയപ്പുറത്തിൻ്റെ വായിലേങ്കുന്ന് അമ്പലമാണ് ഏറ്റവും ഫേമസ്. നമ്മുടെ പാലത്തറ ഭഗവതി ക്ഷേത്രം. ഇവിടെ കുംഭമാസത്തിലെ ഭരണി ഏറ്റവും അടിപൊളി കേട്ടോ. കുറേ വേലകളും കാളവേല ഇവിടുത്തെ ഏറ്റവും അടിപൊളിയാണ്. ഞാൻ അമ്പലത്തിനുള്ളിൽ കയറിയില്ല, അപ്പോൾ ജസ്റ്റ് പുറത്തുനിന്നുള്ള വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാലത്തറ ഭഗവതി ക്ഷേത്രം. അപ്പോൾ നമുക്ക് തിരിച്ചു കിടക്കാം. ഇത് നോക്ക്, എന്താ മരല്ലേ, ആൽമരം. ഞാൻ അധികം റെസ്റ്റ് ചെയ്യാറൊന്നുമില്ല. അവനുള്ളപ്പോൾ കുറച്ച് നേരം ചിലപ്പോൾ റെസ്റ്റ് ചെയ്യും. മീൻസ് അവിടെ കുറച്ച് നേരം സംസാരിച്ചിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പം അത്ര ക്ഷീണം തോന്നുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പോരാം. മഴ പെയ്ത സീനല്ലേ. നോക്ക് ഗൈസ്, ആ കുതിര ഇവിടെ കാണാണ്ടോ? നമ്മളവിടെ കണ്ട കുതിര എന്തായാലും ക്ഷീണിച്ചുട്ടോ. സ്റ്റാമിന ഇപ്പോൾ തീരില്ല. ഞാൻ കൊച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുട്ബോൾ കളിച്ചു കുറേ കാലത്തിന് ശേഷം. അപ്പോൾ ശരിക്കും പെട്ടു. മീൻസ് ഒരു മിനിറ്റ് കളിച്ചാൽ ക്ഷീണിക്കും. അത് ഞാൻ ജിമ്മ് നിർത്തിയോണ്ടായിരിക്കണം. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ കളിയില്ലല്ലോ. പിന്നെ ഫുട്ബോൾ കളിക്കാൻ നല്ല സ്റ്റാമിനയും വേണ്ടേ. നമുക്ക് ക്രിക്കറ്റ് മതി. ക്രിക്കറ്റ് ആകുമ്പോൾ ഓടണം ചാടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര ഇല്ലല്ലോ. ഞാൻ ദിവസം വാക്കിന് പോയിരുന്ന ആളാണ്. ഞാൻ പോലും അത്ര ക്ഷീണിക്കണമെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരിക്കലും നിർത്താൻ പാടില്ല. അപ്പോൾ ജിമ്മായാലും വാക്കിംഗ് ആയാലും അത് എനിക്ക് മനസ്സിലായി. നടന്നുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ മുന്നേ കുറേ നടന്നു കൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ വന്ന വഴിയല്ല, നമ്മൾ മെയിൻ റോഡിൽ കൂടെയാണ് പോകാൻ തോന്നുന്നുണ്ട്. കാരണം എനിക്കൊരു അവിൽ മിൽക്ക് കുടിക്കാൻ നല്ല ആഗ്രഹം. ഇവിടുത്തെ നാനോ ബേക്കറി ഉണ്ട് ജംഗ്ഷനിലെ. അവിടുത്തെ അവിൽ മിൽക്ക് അടിപൊളിയാണ്. സാധാരണ നടന്നു കഴിഞ്ഞിട്ട് അവിൽ മിൽക്ക് കുടിച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ നടന്നപ്പോൾ വേസ്റ്റ് ആവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അങ്ങനെ നോക്കണില്ല. നമുക്ക് അവിൽ മിൽക്ക് ഒന്ന് കാച്ചാം. ഓക്കെ. കടമ്പയപ്പുറം തിയേറ്റർ ജംഗ്ഷൻ നോക്കി നോക്കൂ. പൊളി ഫുള്ള് കണ്ടു. അവിടെ നമ്മൾ സൈലൻ്റ് ആയിട്ട്, ഇവിടെ മൊത്തം വൈലൻ്റ് ആയി. അങ്ങനെ നമ്മുടെ സാധനത്തി നാനോ ബേക്കറിയിലെ അവിൽ മിൽക്ക്. വൺ ഓഫ് ദി ബെസ്റ്റ് അവിൽ മിൽക്ക് ഞാൻ കഴിച്ചില്ല കേട്ടോ. ഇവർ എന്തൊക്കെ ആഡ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുത്ത അവിൽ മിൽക്ക്. ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. എനിക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ തപ്പി അറിയണമെന്നൊക്കെ ഉണ്ട്. ഒരു 60 രൂപയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പെഷ്യൽ അവിൽ മിൽക്ക് കിട്ടും. അപ്പോൾ കടമ്പയപ്പുറം തിയേറ്റർ ജംഗ്ഷനിലെ നാനോ ബേക്കറിയിലാണ് കേട്ടോ ഇതെല്ലാം അടിപൊളി. ഞാൻ എൻജോയ് ചെയ്ത് കഴിച്ചു. അങ്ങനെ നാനോ ബേക്കറിയിൽ നിന്ന് അവിൽ മിൽക്കും കുടിച്ച് അങ്ങനെ ഇറങ്ങി നമ്മൾ എന്നിട്ട് വേറെ വഴി കൂടെയാണ് വീട്ടിൽ പോകാൻ നോക്കണം കേട്ടോ. അപ്പോഴാണ് ഞാൻ എൻ്റെ ജിമ്മ് കണ്ട്. ഞാൻ പോയിക്കൊണ്ടിരുന്ന ജിമ്മ് അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 2 മാസമായി പോയിട്ട്. ഇനി നോക്കട്ടെ, എവിടെയെങ്കിലും ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ. അങ്ങനെ മെയിൻ റോഡിൽ കൂടെ നടന്നുകൊണ്ടിരുന്ന ഞാൻ നേരെ നമ്മുടെ വാക്ക് വേയിൽ കൂടെ തന്നെ പോവാം. അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ ഞാൻ ആലോചിക്കും, നമ്മൾ കടമ്പയപ്പുറം എന്തോ അടിപൊളി ചെയ്യില്ലേ. പണ്ട് ഒന്നും ഉണ്ടായിരുന്ന ഒരു ചെറിയ ടൗണായിരുന്നു. ഇപ്പോൾ അത്യാവശ്യമൊക്കെ വികസിച്ചു. ഇനി വികസിക്കാണ്ട് തിയേറ്റർ വരുന്നൊക്കെയാണ് പറയണത് ഈ കൊല്ലം അവസാനമാകുമ്പോഴേക്ക്. വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ അവിടെ തന്നെ ആയിരിക്കും. കൊള്ളാം. അങ്ങനെ നമ്മുടെ വീടെത്തി. ലൈറ്റൊക്കെ പോയി കണ്ട്. അങ്ങനെ നടന്നിട്ട് എത്തി. കൊള്ളായിരുന്നില്ലേ? പക്ഷെ ഇന്ന് അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ സുഖമായിട്ട് പോയി പോരാൻ പറ്റി. കൊള്ളാം അല്ലേ? നമ്മൾ ഇങ്ങനെ പീസായ സ്ഥലത്ത് കൂടെ പോകുമ്പോഴാണ് നമുക്ക് അടിപൊളി. പക്ഷികളുടെ സൗണ്ട് മാത്രം. കൊള്ളാം. ബാക്കി മഴ പെയ്തില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ശരി കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.